ഞങ്ങൾ യോർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് ടെസ്സിയും മനീഷൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് അറിയില്ല. പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തണുപ്പിന് കുറവൊന്നും ഉണ്ടായില്ല. കാറിൻ്റെ ഡിക്കിയിൽ ഫുഡാണ് നിറച്ച് വയ്ക്കുന്നത്. റൈസും ചിക്കനും കോഫിയും ടീയും ഒക്കെ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. കാസറോളിലാക്കിയിട്ട് റൈസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ അതെല്ലാം കയറ്റി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയി. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന്. പോകുന്ന വഴിയിൽ ഞങ്ങൾ റോഡ് സൈഡിലൊരു പള്ളി കണ്ടു. ഇവരൊക്കെ മുന്നേ പോയിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം കാണാൻ. അവിടെ ചെന്നിക്കണം കാണാണ്ടാവില്ലേ? പുറത്ത് വീശുന്ന കാറ്റിൻ്റെ ശബ്ദം ഒഴിച്ചാൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു അതിനകത്ത്. ഒറ്റ മനുഷ്യരെയും അവിടെയൊന്നും കണ്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ലൊരു പ്രത്യേക അനുഭവമായിരുന്നു പള്ളിക്കകത്ത് കയറിയപ്പോൾ. കുറച്ച് സമയമൊക്കെ പള്ളിയിൽ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോയി. പ്രകൃതി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെയിലുള്ളപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ചെമ്മരിയാടുകളൊക്കെ മേയുന്നുണ്ട്. രണ്ട് സൈഡിലുണ്ടായിരുന്നു ചെമ്മരിയാടുകൾ. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം പോയപ്പോഴേക്കും പിന്നെ ഫോഗായി. റോഡൊക്കെ കണ്ടു, ഒട്ടും ക്ലിയർ ഇല്ലാതാണ് കാണുന്നത്. വണ്ടികളുടെ ലൈറ്റ് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അത്രയും ഫോഗ് വന്നു. അത് കൂടി വരുമായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും. മമ്മി വാ, ഏട്ടൻ കയറി വാ. വണ്ടർലാൻഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞങ്ങൾ ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളിലേക്കാണ് കയറിയത്. അവിടെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ വണ്ടർലാൻഡിലേക്ക് വന്നത്. ഇവിടെ ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട്. ഒത്തിരി ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകൾ അവിടെ ഉണ്ട്. ചോക്ലേറ്റ്സും അതുപോലെ കോസ്മെറ്റിക്സ്, ഡ്രസ്സുകൾ, ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കുറേ കാണാനുണ്ട്. അതിനകത്ത് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. നല്ല തിരക്കായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പോയിന്റുകളൊക്കെ കണ്ടു. പക്ഷെ അവിടെയൊക്കെ ക്യൂ ആണ്. അത്രയും തിരക്കുണ്ടായിരുന്നു. വാഷ്റൂമിൽ തന്നെ ലൈൻ നിൽക്കുമായിരുന്നു.
അപ്പോൾ വേഗം പോയി 2-3 ചോക്ലേറ്റൊക്കെ സെലക്ട് ചെയ്തെടുത്തു. എൻ്റെ സന്തോഷമാണ് കാണുന്നത്. ഇത് നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റ്. ഞാൻ മുന്നേ 1-2 ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുണ്ടാക്കുന്നതൊക്കെ കാണാം. എനിക്കും അപ്പൂനും മധുരം നല്ല ഇഷ്ടമാണ്. ടെസ്സിക്ക് ചോക്ലേറ്റ് തീരെ ഇഷ്ടമല്ല. ഞങ്ങൾ നിർബന്ധിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാ. വേണ്ടായിരുന്നു എന്ന് തോന്നി. വിൻ്റർ വണ്ടർലാൻഡിൻ്റെ ബോർഡ് പോലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് രാത്രിയിൽ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇരുട്ട് വന്നപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി. പക്ഷേ ആ സമയത്തുള്ള വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു.
സൈക്കോ ഇന്നിൽ കയറാൻ എനിക്കിഷ്ടം തോന്നി. അത് ഹൊററാണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിയിരുന്നു. 3 റൂമുകളായിട്ടാണ് 3 സെക്ഷനായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. കർട്ടൻ്റെ അകത്തേക്ക് ഒന്നിന്ന് കയറുക, പുറത്തേക്ക് ഇറങ്ങുക, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്. ഒരാള് വരട്ടാ. ഒരു കാര്യമില്ല ഫോൺ അടിക്കുന്നതിന്. എന്താണ് കൊള്ളൂല, പൈസ പോയി. സൈക്കോയിൻ വെറുതെയാണ്, ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെയോ കാണുന്നു പ്രതീക്ഷിച്ച് വെറുതെ പേടിച്ചിട്ടൊക്കെ പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ഇരുട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഹൊറർ എന്ന് പറയാനൊന്നുമില്ല. റൈഡുകളൊക്കെ നല്ലതായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനകത്തൊന്നും കയറിയില്ല, എനിക്കത് കാണുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട്. നല്ല നെയ്ച്ചോറും
ചിക്കൻ കറി. വിശന്നിട്ട് എന്താ മമ്മി? മമ്മീനെ എടുക്കട്ടെ. എന്തേലും പറഞ്ഞ വേണമെങ്കിൽ പറയാൻ പറ്റണില്ല, കഴിക്കാനുള്ള അങ്ങനെ വണ്ടർലാൻഡിൽ ഒരു ദിവസം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.